ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മന്ദസമീരിൽ എന്ന ഗാനം പാടാം. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുഖരും ജലതരംഗം നീ, ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുഖരും ജലതരംഗം നീ, ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. സ്വപ്ന സൗകുമാര്യം നീ, നിറയും എന്നിൽ നിറയും നിന്റെ നീഹാരാദ്രമാം അംഗരാഗം, അംഗരാഗം മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. മദന നർത്തനശാലയിലുണരും മൃദുമൃദംഗം നീ, പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ. മദന നർത്തനശാലയിലുണരും മൃദുമൃദംഗം നീ, പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ. പുഷ്പപാനപാത്രം നീ, അലിയും എന്നിലലിയും നിന്റെ അന്യാധീനമാം അഭിനിവേശം, അഭിനിവേശം മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ജ്യോതിക്കുട്ടൻ ഡീറ്റെയിലിംഗ് വളരെ ശ്രദ്ധിച്ച് തന്നെ പോയിട്ടുണ്ട് അല്ലേ അണ്ണാ? പിന്നെ തീർച്ചയായിട്ടും. അതായത് ഇന്ദുഗോപം നീ അതാണ് കിടക്കുന്നത്, പക്ഷെ റെക്കോർഡിൽ ഇന്ദുഗോപം അങ്ങനത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചെറിയ ഡീറ്റെയിലിംഗ് വരെ അത് വളരെ ശ്രദ്ധിച്ച് പാടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ ഈ ഒരു കാലത്തിൽ ഈ TV അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇല്ലെണ്ണ. ഗാനമേള കേൾക്കാൻ പോയാണ് ഈ പാട്ട് കൂടുതൽ കേട്ടുള്ളത്. കുറേ നല്ല ഓർമ്മകൾ, അതുപോലെ മനോഹരമായിട്ട് പാടി ജ്യോതിക്കുട്ടൻ, നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. ജ്യോതിക്കുട്ടന് ഇന്റർ യൂണിവേഴ്സിറ്റി ലൈറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഓമനക്കുട്ടി ടീച്ചറൊക്കെ ആയിരുന്നു, കൃഷ്ണമൂർത്തി
സാറൊക്കെ ആയിരുന്നു ജഡ്ജി. ഓ ഓ ഓ അപ്പൊ അവിടെ ബോംബെ എസ് കമാൽ സാറിന്റെ താമരത്തളിരണി ശരത്കാല പുഷ്പങ്ങൾ എന്നുള്ള ഒരു ആൽബത്തിലുള്ളതാണ്. ആ ആ താമരത്തളിരണി കൈവിരൽ തുമ്പിനാൽ തമ്പുരു കമ്പിയെ തൊട്ടുണർത്തി. താമരത്തളിരണി കൈവിരൽ തുമ്പിനാൽ തമ്പുരു കമ്പിയെ തൊട്ടുണർത്തി. ചെവിയോർത്തു ശ്രുതി ചേർത്ത് നാണിച്ചു നാണിച്ചൊരു ജയദേവഗീതം നീ പാടി. താമരത്തളിരണി കൈവിരൽ തുമ്പിനാ ജ്യോതികുട്ടൻ മൈക്ക് പിടിച്ച് ശീലിച്ച് ഭജനയ്ക്കും ബ്ലൂ ഡയമണ്ട്സിൽ പാട്ടും എന്ന് വേണ്ട നല്ല ഫ്ലറിഞ്ചി നടന്ന ആ സമയത്താണ് കാക്കി വന്ന് കാക്കി കുപ്പായം ശരീരത്ത് വന്ന് വീഴുന്നത്. അപ്പോഴുണ്ടായ ഒരു അനുഭവം എന്താണ്? ഇത് കാണുന്ന എല്ലാവരുടെ മക്കളെ പോലീസിൽ ജോലിക്ക് വിടണം, പക്ഷെ പോലീസിന്റെ ട്രെയിനിങ്ങിന് വിടണം. കാര്യം എന്തും സഹിക്കാനുള്ള കഴിവ്. കാരണം മൈക്കുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. ഈ രാത്രിയൊക്കെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് പോയി, അത് പാസ്സായി. അവസാനത്തെ 1500 മീറ്റർ ഓടിയാണ് ഞാൻ പാസ്സായത്. ജോലി വേണം, കല്യാണം വേണ്ടേ? അത് വേണം. 1500 3000 പറഞ്ഞാല് എലിവാണം പോലും. അങ്ങനെ ട്രെയിനിങ്ങിന് പോയി. പിന്നെ കുറച്ച് ഈ പാട്ടുകൊണ്ട് ഒക്കെ ഒരു സോഫ്റ്റ് കോർണർ അവർ തന്നു. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കി.